10 വർഷം നാടുഭരിച്ചിട്ടും പലതും ചെയ്യാൻ ബാക്കി വച്ചിട്ടുണ്ടെങ്കിലും അവസാന മാസം കോടികൾ ചെലവിട്ട് PR വർക്ക് ചെയ്യുക എന്നുള്ളതാണ് CPMന്റെ പുതിയ രാഷ്ട്രീയ തന്ത്രം. ഇത്തവണ നടൻ മോഹൻലാലിനെ തന്നെ കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് മുഖ്യമന്ത്രിയും CPMും. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തള്ളുകൾ കേൾക്കേണ്ടി വരുമെന്നും അത് സഹിക്കണമെന്നും മോഹൻലാലിന് മുൻപേ തന്നെ അറിയാമായിരുന്നു. പക്ഷേ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പറയുമെന്ന് മോഹൻലാൽ കരുതിയിരുന്നില്ല. അതായത് ജീവിതത്തിൽ ഇതുവരെയും എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തതായി ബോധ്യമില്ലെന്നും അതുകൊണ്ടാണ് രാഷ്ട്രീയവും വ്യക്തിപരവുമായ ആരോപണങ്ങളെ പുഞ്ചിരിയോടെ നേരിടാൻ കഴിയുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മോഹൻലാലിനോട് പറഞ്ഞത്. ലോക്കപ്പിൽ താൻ ഏറ്റിട്ടുള്ള മർദ്ദനങ്ങളുടെ ഫലമാണ് ഇന്ന് ലോക്കപ്പ് മരണങ്ങൾ ഇല്ലാതാക്കിയ ആഭ്യന്തര വകുപ്പിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം പറയുന്നു. നടൻ മോഹൻലാലുമായി നടന്ന അഭിമുഖത്തിലാണ് പിണറായി വിജയൻ തൻ്റെ മനസ്സ് ഇങ്ങനെ തുറന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണമുണ്ടാക്കിയ വേദനയെക്കുറിച്ചും ജീവിതത്തിൽ പശ്ചാത്തപിക്കേണ്ടി വന്ന സന്ദർഭങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം മോഹൻലാലുമായി സംസാരിച്ചു. തെറ്റ് ചെയ്തിട്ടില്ല എന്നതും കോടിയേരിയുടെ മരണത്തിലെ വേദനയും എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്ന് ഓരോ മലയാളിക്കും അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാൽ എന്ന മഹാനടൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞ ഈ പച്ചക്കള്ളങ്ങൾ ഇതൊക്കെയായിരുന്നു. നിസ്സഹായരായ മനുഷ്യരെ ക്രൂരമായി മർദ്ദിക്കുന്നതിനോട് ഒരു തരത്തിലും തനിക്ക് യോജിക്കാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളെക്കുറിച്ചും രാഷ്ട്രീയപരമായ ആരോപണങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണമെന്നാണ് ആ തിരുമനസ് മൊഴിഞ്ഞത്. കുറ്റബോധമുണ്ടാകരുത് എന്നും എന്തെങ്കിലും ആരോപണം ഉയരുമ്പോൾ അതിൻ്റെ ഒരംശത്തിലെങ്കിലും നമ്മുടെ പങ്കാളിത്തമുണ്ടെങ്കിൽ നമുക്ക് കുറ്റബോധം വരുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ അതില്ലെങ്കിൽ അത്തരം ആരോപണങ്ങളെ ഒരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും എന്നൊക്കെ തട്ടിവിടുമ്പോൾ മോഹൻലാൽ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. പറയാൻ കുറേയുണ്ടെങ്കിലും ജനങ്ങളുടെ പണമെടുത്ത് ദൂർത്തടിക്കുന്ന ഈ മഹാനെക്കുറിച്ച് കുറച്ചെങ്കിലും പറയാതിരുന്നാൽ ശരിയാകില്ല. അതായത് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന യുവാവിനെ തലശ്ശേരി നഗരത്തിലിട്ട് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പറയുന്നത്. അങ്ങനെ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? വാടിക്കൽ കേസ് പഴയതാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ വന്ന TP ചന്ദ്രശേഖരൻ്റെ കേസ് എന്തായിരുന്നു? തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന 100 കണക്കിന് കൊലപാതകങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് നമുക്കറിയാം. കൊലപാതകം നടത്തിയതിൽ തലയൂരിയിട്ടുണ്ടാകുമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഈ പിണറായി സർക്കാർ ചെയ്തതെന്താണ്? CPM വെട്ടിക്കൊലപ്പെടുത്തിയ ഷുഹൈബിൻ്റെയും ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കേസുകൾ CBI ഏറ്റെടുത്തപ്പോൾ യഥാർത്ഥ CPM പ്രതികളെ പിടിച്ച് ശിക്ഷിക്കുമെന്നായപ്പോൾ കോടിക്കണക്കിന് രൂപ, അതും ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് സുപ്രീം കോടതിയിൽ പോയി അന്വേഷണത്തെ അട്ടിമറിച്ച് പ്രതികളെ രക്ഷിക്കാൻ നോക്കിയത് ആരാണെന്ന് ഇതേ പിണറായി വിജയനാണെന്ന് വളരെ വ്യക്തമാണ്. കുറ്റം ചെയ്തിട്ടില്ല പോലും. എന്ത് തേങ്ങാക്കൊലയാണ് ഇയാൾ പറയുന്നത് എന്ന് നോക്കണം. ഒരു മഹാനടൻ്റെ മുന്നിലിരുന്ന് ഇതൊക്കെ പറയുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പ് വേണം. അങ്ങനെ കൊലപാതകത്തിലും അക്രമത്തിലും പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ പങ്ക് എന്താണെന്ന് എല്ലാവരും ചർച്ച ചെയ്തതാണ്. ഇനി മറ്റൊന്ന്, സാമ്പത്തിക കുറ്റങ്ങളിലേക്ക് പോകാം. ലാവ്ലിൻ കേസിൽ കോടികൾ മുക്കിയത് കോൺഗ്രസുകാർ പറഞ്ഞതല്ല, CBI കോടതിയിൽ കിടക്കുകയാണ്. സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് കൂട്ടിനുണ്ടായ സ്വപ്ന സുരേഷ് പറഞ്ഞതാണ്. അതുപോലെ മകന് ലൈഫ് മിഷൻ്റെയും മകൾക്ക് മാസപ്പടിയുടെയും കേസുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. അതിൽ മകൾ അകത്തു പോകാതെ പിടിച്ചു നിൽക്കുന്നത് കേന്ദ്രത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അങ്ങനെ 100 കണക്കിന് തട്ടിപ്പുകൾക്കപ്പുറത്ത് തൻ്റെ കീഴിലുള്ളവർ ശബരിമല അയ്യപ്പൻ്റെ സ്വർണമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ തൻ്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസ് തന്നെ പിടിച്ചവരെ ഉള്ളിലിട്ടിട്ട് 100 ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള നേതാക്കളെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ ആണ് ഈ പറയുന്നത് കുറ്റം ചെയ്തിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് കുറ്റബോധമില്ല എന്നാണ് പറയുന്നത്. ഏത് ഘട്ടത്തിലും ഞെട്ടാത്ത മോഹൻലാൽ വരെ ഞെട്ടിപ്പോയി ഇത് കേട്ടപ്പോൾ. ആയിരക്കണക്കിന് സ്റ്റേജിൽ കയറി കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല എന്നാകുമ്പോഴാണ് മോഹൻലാലിനെ പോലുള്ള ഒരു നടനെ മുന്നിരുത്തി പറഞ്ഞാൽ അതെല്ലാവരും വിശ്വസിക്കുമെന്ന് കരുതിയത്. അതുപോലെ തന്നെ കോടിയേരിയുടെ വിഷയം. കോടിയേരി മരിക്കുന്ന ദിവസം പിണറായി വിജയന് വിദേശത്ത് പോകാനുള്ള തിരക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായിരുന്ന തിരുവനന്തപുരത്തെ AKG സെൻറ്ററിൽ പോലും പൊതുദർശനത്തിന് വെക്കാതെ നേരെ കണ്ണൂർ എയർപോർട്ടിലേക്ക് മൃതദേഹം എത്തിച്ച്
എത്രയും പെട്ടെന്ന് തലശ്ശേരിയിലുള്ള കോടിയേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ശവദാഹം നടത്തി നേരെ വിദേശത്തേക്ക് പറന്ന മഹാനാണ് ഈ പറയുന്ന പിണറായി വിജയൻ. അതാണ് കോടിയേരിയുടെ വിയോഗത്തെക്കുറിച്ച് വേദനയുണ്ട് എന്ന് പറഞ്ഞ് മോഹൻലാലിന് മുന്നിൽ തള്ളിയത്. എന്നാൽ ഇതേപോലെ വീണ മന്ത്രി കളിച്ച പൊറാട്ട് നാടകത്തെക്കാളും ബോറും വലിപ്പവുമാണ് ഈ പരിപാടി എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഇത് കേട്ടിരിക്കാനുള്ള മോഹൻലാലിൻ്റെ കഴിവ് അത് അപാരം തന്നെയാണ്. തങ്ങളുടെ നട്ടല് പണയം വെച്ചുള്ള ഒരു കീഴടങ്ങൽ തന്നെയാണ് ഇത് എന്ന് കേരളം വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടിപ്പിനെക്കുറിച്ചോ കൊലപാതകങ്ങളെക്കുറിച്ചോ മിസ്റ്റർ മോഹൻലാൽ മറിച്ചൊരു ചോദ്യം ചോദിക്കുമായിരുന്നു. CPM അനുഭാവിയാണെങ്കിലും മഹാനടൻ മമ്മൂട്ടി ഈ ചാരിത്ര പ്രസംഗം കേട്ടിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് മലയാളികൾക്ക്.